Hi, welcome to Easy Snacks. എല്ലാവർക്കും സുഖമല്ലേ? റംസാന്റെ നോമ്പൊക്കെ അവസാന ഘട്ടങ്ങളോട്ട് എത്തി തുടങ്ങിയല്ലേ എല്ലാവരെയും. അപ്പോൾ നമ്മൾ ഇന്ന് നോമ്പ് തുറ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന്റെ പേര് ചിക്കൻ കാരം എന്നാണ്. ബീഫ് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്നാക്സ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ബീഫ് ഇഷ്ടമില്ലാത്തവർക്ക് ചിക്കൻ അല്ലെങ്കിൽ ഫിഷ്, ഇനി വെജിറ്റേറിയൻകാർക്കും അല്ലെങ്കിൽ വെജിറ്റബിൾസിന്റെ സമൂസ ഫില്ലിംഗ് വെച്ചും ഇത് ഉണ്ടാക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഈ ഡിഷ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഉറപ്പാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് അപ്ഡേറ്റ് ചെയ്ത് കിട്ടാനുള്ള സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചിക്കൻ കാരം ഉണ്ടാക്കണേന്ന് നോക്കാം. ബീഫ് വെച്ചിട്ട് ചിക്കൻ കാരം എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ഐറ്റമാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ബാറ്റർ റെഡിയാക്കണം. ഒരു ഡോ പോലത്തെ ഒരു ഇത് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ എന്ന് പറഞ്ഞായിരിക്കും മൈദപ്പൊടി മേടിക്കാൻ കിട്ടണത്. നാട്ടിലാണെങ്കിൽ സാധാ നമ്മൾ നോർമൽ മൈദപ്പൊടി എന്ന് പറഞ്ഞാൽ മേടിച്ചാൽ മതി. അപ്പോൾ പുറത്തുള്ള ആൾക്കാർ മേടിക്കുമ്പോൾ എപ്പോഴും ഓൾ പർപ്പസ് ഫ്ലോർ എന്നുള്ള ഇത് മേടിക്കാൻ ശ്രദ്ധിക്കുക. അത് ഞാനിവിടെ 1 കപ്പോളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 1 കപ്പ് നമുക്ക് ഈ വലിയൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ മൈദയുടെ കൂട്ടിലോട്ട് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ഇത് ഇത്ര ഒരു പിഞ്ച് മതി. ഓവറായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡോയ്ക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ ഞാനിപ്പോൾ കുക്കീസൊക്കെ ഉണ്ടാക്കുന്ന ബേക്കിംഗ് സോഡയാണ് മേടിച്ചാണത്. അത് ഏത് ബേക്കിംഗ് സോഡയാലും കുഴപ്പമില്ല. നാട്ടിലെ സോഡാപ്പൊടി എന്ന് പറയും. അപ്പോൾ അതൊരു പിഞ്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതില്ലാത്തവർ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് ഇല്ലേ, അത് ചേർത്താലും മതി. ഈസ്റ്റ് ചേർക്കുമ്പോൾ കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ആ വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കാം. റോ ഈസ്റ്റ് ഇട്ട് ഒരിക്കലും പൊടി കുഴക്കരുത്. ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഈസ്റ്റ് കുഴച്ചിട്ട് ആ വെള്ളം ഒഴിച്ച് ഈ പൊടി കുഴച്ചെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്ക് 1 നുള്ള് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഓപ്ഷണലാണ്. നമ്മൾ ഈ പഞ്ചസാര ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഡോയിന് നല്ലൊരു ക്രിസ്പിനെസ്സും പിന്നെ കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു സ്വീറ്റ്നെസ്സും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഒരു നുള്ള് പഞ്ചസാര ചേർത്താൽ മതി. ഓവറായിട്ട് ചേർക്കേണ്ട 1 നുള്ള്. ഇത്രയും ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ തന്നെ. ഇനി ഈസ്റ്റ് ഇടുന്നവർ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ചൂടുവെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ നേരിയൊരു ചൂടുള്ള വെള്ളം വെച്ചിട്ട് വേണം ഈ ഡോ കുഴച്ചെടുക്കാൻ. നോർമലായിട്ട് ഇപ്പോൾ ബേക്കിംഗ് സോഡ ഇടുന്നവർ നോർമൽ നമ്മുടെ സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ടാണ് നോർമൽ വാട്ടർ ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ്. ശരിക്കും നമ്മൾ ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് ഇപ്പം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മുടെ ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് പെർമനൻ്റ് ചെയ്ത് വരും. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. കുറച്ച് വിസ്താരമുള്ള പാൻ വേണം. അതിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണ ആയിരിക്കും ടേസ്റ്റ്. ഇതൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഉണ്ടാവും. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോഴേക്കും അതിലോട്ട് നമുക്ക് ഈ ചതച്ച് വെച്ചേക്കുന്ന കൂട്ടിടാം. ഇത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്ര എല്ലാം കൂടി ഞാനൊന്ന് ചതച്ചെടുത്ത കൂട്ടാണ്. ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വരട്ടി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം നല്ലോണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയാണ്. ഇത് ഒരു ചെറിയ സവാളയുണ്ട്. ഈ സവാള ഇട്ട് കൊടുക്കാം. ഇട്ടേക്കുന്ന സവാള നന്നായിട്ട് ഒന്ന് വരണ്ട് വരണം. അത്ര നേരം നമുക്കൊന്ന് ഇളക്കി നല്ലോണം വരട്ടിയെടുക്കാം. നമ്മളിട്ട് സവാള ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മസാല ചേർക്കാം. ഈ ടൈമിൽ തീ നല്ലോണം കുറച്ചിടാം. ഞാൻ ഇത്ര നേരം തീ കുറച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇതിലോട്ട്. 1 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം മസാലപ്പൊടി ഓൾ സ്പൈസസ് പൗഡർ, ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാല നല്ലോണം മൂത്ത് വന്നിട്ട് ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഞാനൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതെന്ന് പറയുന്നത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ലോണം വേവിച്ചിട്ട് കുക്കറിലിട്ടാണ് വേവിക്കണമെങ്കിൽ കുക്കറിലിട്ട് വേവിക്കാം, അല്ലെങ്കിൽ കലത്തിലിട്ട് വേവിക്കണമെങ്കിൽ കലത്തിലിട്ട് വേവിക്കാം. ഇതിപ്പോൾ നോർമലായിട്ട് കലത്തിലിട്ട് വേവിച്ചതാണ്. അത് ഞാൻ നല്ലോണം ചൂടാറി കഴിഞ്ഞപ്പോൾ വെള്ളമെല്ലാം ഊറ്റിയെടുത്തിട്ട് മിക്സിയിലൊന്ന് ജസ്റ്റ് നമ്മൾ കട്ട്ലറ്റിനൊക്കെ വേണ്ടി ചെയ്യത്തില്ലേ, അതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി ഈ കൂട്ട് നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ബീഫ് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഈ ടൈമിൽ ഈ ബീഫിന് പകരം ചിക്കനോ ഫിഷോ ഇനി വെജിറ്റബിൾസ് എന്താ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം.
ബീഫ് കഴിക്കുന്നവർ ബീഫ് ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബീഫ് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യുള്ള കഷ്ണങ്ങൾ ഒഴിവാക്കുക. നല്ല കഷ്ണങ്ങൾ മാത്രം എടുത്ത് വേവിക്കുക. നെയ്യും അങ്ങനെ പാടേക്കുള്ള കഷ്ണങ്ങൾ ഒഴിവാക്കിയിട്ട് നല്ല കഷ്ണം എടുത്ത് മാത്രം വേവിച്ചിട്ട് ചെയ്യുക. ഇതിപ്പോൾ ഒരു 5 മിനിറ്റോളം ഇങ്ങനെ കിടന്നിട്ട് ഇതിൻ്റെ വെള്ളം ഏകദേശം നല്ലോണം മരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ സ്റ്റേജിൽ മല്ലിയിലയും പുതിനയിലയും ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. ഞാനിന്ന് ചേർക്കണില്ല. ആവശ്യമുള്ളവർക്ക് മല്ലിയിലയും പുതിനയിലയും കൂടി ഇതിൻ്റെ ഒപ്പം ചേർക്കാവുന്നതാണ്. കുഴച്ച് വെച്ച ഡോ ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ലോണം പെർമെൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം. ഒരു ചപ്പാത്തിയുടെ ഈ ഒരു പരത്തണ പലകി എടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഒരു ഇച്ചിരി ഓയിൽ പരത്തി കൊടുക്കുക. പൊടിയിട്ട് പരത്തരുത്. ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് തന്നെ പരത്താം. ഞാനിപ്പോൾ ഓയിലാണ് എടുത്തത്. ഇനി നല്ലോണം ഇതൊന്ന് കുഴച്ച് മയം പരത്താം. നമ്മുടെ ഡോ ഇപ്പോൾ ഞാൻ നല്ലോണം കുഴച്ചൊന്ന് മയം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് പരത്തിയെടുക്കുക. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും പരത്തിയെടുക്കാണ്ട്. കാരണം നമ്മളിത് പെർമനൻ്റ് ചെയ്ത സംഭവമല്ലേ. അപ്പോൾ നല്ലോണം വലിച്ച് പരത്തിയെടുക്കുക. ഞാനിപ്പോൾ ഈ പല കഷ്ണം മൊത്തം ഇതിൽ പരത്തി ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ നമുക്ക് മൂല ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഞാനിപ്പോൾ ഇതൊരു 4 സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് എന്തോരം ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അത്രയും ഡോ കുഴയ്ക്കുക. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു 4 ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ചിട്ട് 4 ഉണ്ടാക്കി കാണിക്കുന്നത്. ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് ആവശ്യമുണ്ട്. ഞാനപ്പോൾ ഇവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. നീളം കൂടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് എടുക്കാൻ ശ്രമിക്കുക എടുക്കുമ്പോൾ. എന്നിട്ട് നമുക്കിത് ഇനി ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ നീളത്തിലുള്ള കഷ്ണങ്ങൾ പോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തോരം നീളം വേണോ എന്തോരം വലിപ്പം വേണോ അതിനനുസരിച്ചുള്ള ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം. വണ്ണം ഇത്ര തന്നെ മതി. ഇതിൽ കൂടിയിട്ടുണ്ടെങ്കിൽ വേവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. നീട്ടം നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തോരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മുറിച്ചെടുക്കാം. ചിക്കൻ കറി ഇനി സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ സ്ക്വയറായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ഈ കഷ്ണങ്ങൾ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. ഉണ്ടാക്കി വെച്ച ബീഫിൻ്റെ കൂട്ടാണിത്. ഇത് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. നല്ലോണം ചൂടാറിയതിനു ശേഷം മാത്രം ഉള്ളിൽ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതിൽ നിന്ന് ഒരു സ്പൂൺ എടുക്കുക. അത് ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഫില്ലിലോട്ട് ചീസ് വെക്കുന്നുണ്ട്. ഇത് സാധാ ചീസാണ്. നിങ്ങൾക്ക് ഏത് ഫ്ലേവറിലുള്ള ചീസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചീസ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ചീസിൻ്റെ ഈ കഷ്ണം 4 സ്ക്വയർ ക്യൂബായിട്ട് മുറിച്ചിട്ട് ഇതാണ് യൂസ് ചെയ്യണത്. ഇതിനകത്തുനിന്ന് ഒരു കഷ്ണം ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ചീസ് ഓപ്ഷണലാണ്. ആവശ്യമുള്ളവർക്ക് മാത്രം വെച്ചാൽ മതി. ചീസ് വെക്കുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ ഒന്നും കൂടി ഇഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് വെച്ചത്. ഇനി നമ്മൾ മുറിച്ച് വെച്ച ഈ പൊട്ടറ്റോൻ്റെ പീസില്ലേ, ഇത് ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ കുത്തി വെക്കാം. എന്നിട്ട് ഇത് ഫുള്ള് ഇതിലോട്ട് ഇങ്ങനെ കവർ ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഒരു ചിക്കൻ കറിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു എണ്ണ തളിക പാത്രത്തോട് മാറ്റി വെക്കാം. ഒരെണ്ണം അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചിക്കൻ കറി അങ്ങനെയല്ല, ഞാനിപ്പോൾ കോട്ടിങ്ങൊക്കെ ചെയ്ത് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മുടെ സാധാ കട്ട്ലറ്റിൻ്റെ പോലെയാണ് ചെയ്യണത്. ഞാനൊരു മുട്ട റൂം ടെമ്പറേച്ചറിൽ എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തോട് പൊട്ടിച്ച് വയ്ക്കാം. കുഴിയുള്ള പാത്രത്തിൽ പൊട്ടിച്ചിടാണ്ടിരിക്കാൻ സൂക്ഷിക്കുക. കുറച്ച് പരന്നിട്ടുള്ള പാത്രത്തിലിടാം. ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി വേറൊരു പരന്ന പാത്രം എടുത്തിട്ട് അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ബ്രെഡ് ക്രംസ്, ബ്രെഡ് നോർമലായിട്ട് പൊടിച്ചതാണ്, ഇതിട്ട് കൊടുക്കാം. നമ്മുടെ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചിക്കൻ കാല് ജസ്റ്റ് ഒന്നുകൂടി നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് മുട്ടയുടെ ഇതിൽ നല്ലോണം പൊതിഞ്ഞെടുക്കാം. ഇനി ബ്രെഡിലോട്ട് ഇട്ടിട്ട് ബ്രെഡിലിട്ട് നല്ലോണം പൊതിഞ്ഞെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഒരു ചിക്കൻ കാല് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ എല്ലാ ചിക്കൻ കാലും നല്ലോണം കോട്ട് ചെയ്തെടുക്കാം. ഒരു കുഴിയുള്ള ചട്ടിൽ ഞാനിപ്പോൾ നല്ലോണം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് മുങ്ങിക്കിടക്കാവുന്ന രീതിയിലുള്ള ഓയിൽ വേണം. നമ്മുടെ ചിക്കൻ കാലെല്ലാം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിത് ഇതിലോട്ടിട്ട് പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് ഇടാം. തീ ഒന്ന് നല്ലോണം കുറച്ച് വയ്ക്കാം. അല്ലെങ്കിൽ ഉള്ളിൽ വെച്ച ഉരുളക്കിഴങ്ങ് ചിലപ്പോൾ വെന്തെന്ന് വരില്ല. രണ്ടെണ്ണം ഇട്ടിട്ട് പൊരിച്ചെടുക്കാം.
ചിക്കൻ കാല് ഇപ്പോൾ നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് ഇനി മാറ്റാം. ഈ ഒരു പരുവാകുമ്പോഴേക്കും ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ വെച്ച് നമുക്ക് പൊരിച്ചെടുക്കാം. ചിക്കൻ കാല് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. നോമ്പ് തുറക്കൊക്കെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്നാക്സ് ഐറ്റമാണ്. എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ വ്യൂവേഴ്സ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സൈഡിലുള്ള ബെൽ ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ.